പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ചെമ്പകശ്ശേരി എന്ന പ്രഭു കുടുംബത്തിലെ കാരണവരാണ് ചെമ്പകശ്ശേരി മൂത്തുപിള്ള. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് കാർത്യായനിപിള്ള. 8 വീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായിരുന്ന ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയാണ് ഇവരെ കല്യാണം കഴിച്ചത്. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് മകൾ പാർവതി പിള്ള എന്ന പാറുക്കുട്ടിക്കൊപ്പം ചെമ്പകശ്ശേരിയിലേക്ക് തിരികെ എത്തി. അവിടെയാണ് ഇപ്പോൾ കാർത്യായനി അമ്മയുടെ താമസം. പാറുക്കുട്ടിയുടെ കളിക്കൂട്ടുകാരനായിരുന്ന അനന്തപത്മനാഭനെയാണ് 1-ാം അധ്യായത്തിൽ പഞ്ചവൻകാട്ടിൽ വെച്ച് മൃതപ്രാണനായി കിടക്കുന്നത് നമ്മൾ കണ്ടത്. അനന്തപത്മനാഭനെ നീലി അടിച്ചു കൊന്നുവെന്ന് വേലിക്കുറുപ്പ് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ പാറുക്കുട്ടി എന്ന 14-കാരിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നില്ല. ആത്മാർത്ഥ പ്രണയത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർ രണ്ടുപേരും ഈ നോവലിൽ. 2 വർഷം കരഞ്ഞിട്ടും തീരാത്ത കണ്ണീരോടെ അമ്മയോട് തർക്കിക്കുകയാണ് പാറുക്കുട്ടി. കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുടെ കഥ കാർത്യായനിയമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. വായിക്കാം മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ 3-ാം ഭാഗം. എന്നിനി കാണുന്നു ഞാനൻ പ്രിയതമ, പേടിക്കേണ്ട തനയെ സുനയെ. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഭാഗങ്ങളിൽ അക്കാലങ്ങളിൽ നമ്പൂതിരിമാർ, പോറ്റിമാർ, തിരുമുൽപ്പാടന്മാർ, അമ്പലവാസികൾ, നായന്മാർ ഇവരുടെ ഗൃഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പടിഞ്ഞാറോട്ട് ഒരു രാജപാതയും അനേക ഇടവഴികളുമല്ലാതെ സഞ്ചാരത്തിന് സൗകര്യമുള്ളതായ റോഡുകൾ ഇല്ലായിരുന്നു. ഇടവഴികൾ മിക്കതും ശുചിയില്ലാത്തതും വിസ്താരം കുറഞ്ഞും ഇരുന്നിരുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഈ പട്ടണത്തെ പത്മനാഭപുരത്തെ പോലെ തന്നെ ഒരു രാജധാനിയാക്കി വെച്ചിരുന്നു. രാജകുടുംബത്തിൻ്റെ പാർപ്പും മിക്കവാറും ഈ സ്ഥലത്ത് തന്നെ ആയിരുന്നു. എങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിന് വേണ്ട ബഹിരാഡംബരങ്ങൾ ഇല്ലായിരുന്നു. പൂർവ്വസ്ഥിതികളെ ഭേദപ്പെടുത്തിയാലും അതുകളുടെ മാതൃകയ്ക്ക് മാത്രമായി വല്ല അവശിഷ്ടങ്ങളെയും സൂക്ഷിച്ചും രക്ഷിക്കുന്ന ഒരു നടപ്പ് ചില ദേശങ്ങളിലുണ്ടല്ലോ. അനന്തങ്കാട് എന്ന പ്രസിദ്ധിയുള്ള വനത്തിലെ ചില വൃക്ഷങ്ങളെ ഇന്ന് നിർത്തി പൂജിച്ചു വരുന്നതായി കേൾക്കുന്നുണ്ട്. അപ്രകാരം തന്നെ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പൂർവസ്ഥിതി ഗ്രഹിക്കുന്നതിന് താൽപ്പര്യമുള്ളവരുടെ അഭീഷ്ടസാധ്യത്തിനായി മറ്റു ഭാഗങ്ങളെപ്പോലെ ആവശ്യമുള്ള റോഡുകളും മറ്റും കൊണ്ട് അലങ്കോലപ്പെടുത്താതെ ശ്രീവരാകം, പെരുന്താനി, പാൽക്കുളങ്ങര എന്നീ പ്രദേശങ്ങളെ കഴിയുന്നതും രക്ഷിച്ചിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഇടവഴികളും കയ്യാലകളും ഭവനങ്ങളുമാണ് അന്ന് തിരുവനന്തപുരം കൊട്ടാരത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ചുറ്റും ഉണ്ടായിരുന്നത്. ഇടവഴികളിലെ മുട്ടോളം പുതയുന്ന മണലിൽ അനേകം ദിവ്യനിക്ഷേപങ്ങളെ ദിവസം പ്രതി ജനങ്ങൾ സ്ഥാപിച്ചു പോന്നിരുന്നു. അതിനാൽ ആ പ്രദേശങ്ങളിൽ രോഗാദി സമ്പത്തുകളും വർദ്ധിച്ചു വന്നിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള മാർഗത്തിന് കുറച്ച് തെക്കുമാറി പടിഞ്ഞാറോട്ട് ഒരു ഇടവഴി കുറച്ച് വിസ്താരവും ശുചിയും ഉള്ളതായി കാണുവാനുണ്ടായിരുന്നു. ഈ വഴി കുറച്ച് പടിഞ്ഞാറ് ചെന്ന് ഒരു ഭവനത്തോട് അവസാനിച്ചിരുന്നു. മരിച്ചുപോയ ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭാര്യയുടെ ഗ്രഹമായ പ്രസിദ്ധിയുള്ള ചെമ്പകശ്ശേരി വീട് ഇതാണ്. പഴയ മാതിരിയുള്ള ഊക്കൻ കെട്ടിടങ്ങൾ ഇതിനകത്ത് കാണുവാനുണ്ട്. ചെമ്പകശ്ശേരി വീടിൻ്റെ കണക്കിൽ ഇക്കാലങ്ങളിൽ വീടുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ വീട്ടിലെ കാരണവന്മാർ വേണാട്ടധിപന്മാരുടെ മന്ത്രിയായിരുന്ന കാലങ്ങളിൽ പണി ചെയ്യിച്ചിട്ടുള്ള ഗൃഹമാണ്. പ്രധാന കെട്ടിടത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒരു പൂമുഖവും പൂമുഖത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു വാതിലുള്ളത് കടന്നാൽ തെക്ക് വടക്കായി ഒരു മുറിയും. ഈ മുറിയുടെ പടിഞ്ഞാറ് അതിര് കീഴ്മേലടിയിൽ 1/3 ഭാഗം കൽക്കെട്ടുകളും ശേഷം നിരയും. ഈ നിരയിൽ 2 മുറികളിലേക്കുള്ള വാതിലുകളും ഈ വാതിലുകളുടെ പടികളിൽ കയറുന്നതിന് വ്യാളി വിഗ്രഹങ്ങളാൽ താങ്ങപ്പെട്ടിട്ടുള്ള പടികളും വാതിലുകളും ഈരണ്ട ഇടങ്ങഴി പൂട്ടുകളും കുറ്റികളും പിന്നിൽ ചങ്ങലകളും കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളതുകളും നെടുതായ മുറിയിൽ നിന്ന് വടക്കോട്ടൊരു വാതിലും ആ വാതിൽ കടന്നാൽ കിഴക്ക് ഭാഗത്തായി ഒരു മുറിയും. ഈ മുറിയുടെ തെക്കേ നിരയിൽ പടിഞ്ഞാറോട്ട് നീങ്ങി മേൽപ്പറഞ്ഞ 2 മുറികളുടെയും പടിഞ്ഞാറ് വശത്തുള്ളതായ ഒരു അറയിലേക്കുള്ള വാതിലും മേൽപ്പറയപ്പെട്ട 4 മുറികളും അറകളും പൂമുഖവും ചുറ്റി വരാന്തയും തെക്കേ വരാന്തയിൽ പൂമുഖത്തിൻ്റെ അറുതി മുതൽ പടിഞ്ഞാററയുടെ അറുതി വരെ അഴികളുമാണ്. പൂമുഖത്ത് നവരംഗത്തട്ടും അനേകം വിഗ്രഹങ്ങൾ കൊത്തിയിട്ടുള്ള കൽത്തൂണുകളും ഉണ്ട്. ഈ പ്രധാന കെട്ടിടത്തിന് പടിഞ്ഞാറായി
ഇക്കാലങ്ങളിലെ അറപ്പുര മാതിരിയിൽ ഒരു കെട്ടിടവും കിഴക്ക് വശത്ത് ഒരു ചാവടിയും തെക്ക് വശത്ത് തെക്കത് എന്ന് പറയപ്പെടുന്ന പരദേവതാ ഗൃഹവും വടക്ക് വശത്ത് വടക്കത് എന്ന് പറയപ്പെടുന്ന അടുക്കള, കലവറ മുതലായതും ഉണ്ടായിരുന്നു. അറപ്പുരയിൽ നിന്നും പ്രധാന കെട്ടിടത്തിലേക്ക് തെക്കും വടക്കുമായി 2 വെട്ടിച്ചേർപ്പുകളും തളങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്കതിൽ നിന്ന് അറപ്പുരകളിലേക്കും പ്രധാന കെട്ടിടത്തിലേക്കും ഓരോന്നും ഉണ്ടായിരുന്നു. ഈ വെട്ടിച്ചേർപ്പുകളിലെ തളങ്ങൾക്ക് പുറകുവശങ്ങളിൽ നിരകളും വാതിലുകളും ഉണ്ടായിരുന്നു. അറപ്പുരയുടെ പടിഞ്ഞാറ് മാറി തെക്ക് വടക്കായ ഒരു കെട്ടിടം കൂടിയുണ്ട്. ഇത് ആയുധപ്പുരയായിരുന്നു. ഈ ആയുധപ്പുര സൂക്ഷിപ്പുകാരൻ ശംഖു ആശാൻ എന്നൊരാളായിരുന്നു. അതത് കാലങ്ങളിലെ സൂക്ഷിപ്പുകാരും ആ ഭവനത്തിലെ കാരണവരും ഒഴികെ മറ്റുള്ളവർ ഈ ആയുധപ്പുരയുടെ അകം കണ്ടിട്ടില്ല. തെക്കതിൻ്റെ തെക്കും ആയുധപ്പുരയുടെ പടിഞ്ഞാറും വടക്കേ കെട്ടിടത്തിൻ്റെ വടക്കും വശങ്ങൾ ചുറ്റി മതിലും പുരയിടം ചുറ്റി കോട്ടക്കയ്യാലയും തെക്കേ മതിലിന് തെക്ക് നീങ്ങി ഒരു മഠവും കുളവും കുളപ്പുരയും കിണറും ഉണ്ടായിരുന്നു. വടക്കേ കെട്ടിൻ്റെ കിഴക്ക് വശത്തും വീട് എന്നു മാത്രം പറയപ്പെടുന്ന പ്രധാന കെട്ടിടവും പടിപ്പുര എന്ന് പറയുന്ന ചാവടിയും ചേർത്ത് ഒരു മതിൽ ഉള്ളതിൻ്റെ വടക്കുമായി ഒരു വലിയ കൽക്കെട്ട് കിണറും തൊട്ടിയും ഒരു ഉരപ്പരയും ആയുധപ്പുരയുടെ വടക്കായി ഒരു തേങ്ങാക്കൂടും കൂടിയുണ്ട്. ചെമ്പകശ്ശേരി വീട്ടിൽ ചില കല്ലറകളും കൃത്രിമ മാർഗങ്ങളും ഉള്ളതായി ഒരു ശ്രുതിയുണ്ട്. ഈ കെട്ടിടങ്ങളിലെ മുറികൾ ഒന്നും തന്നെ കിടപ്പിനും ഇരിപ്പിനും സുഖമുള്ളതായിരുന്നില്ല. അറപ്പുരയ്ക്കകം മാത്രം കുറച്ച് വെടിപ്പാക്കി ഇട്ടിരുന്നു. ഇവിടെയുള്ള പ്രധാന ഇറയത്തെ കരിന്താളിയിൽ പണി ചെയ്യപ്പെട്ട വലുതായ ഒരു കട്ടിലിൽ സൂര്യപടം കൊണ്ടുള്ള മെത്ത, തലയിണ മുതലായവകളിട്ട് അലങ്കരിച്ചു വെച്ചിരുന്നു. അന്യരായ സാധാരണ പുരുഷന്മാർ വന്നാൽ പടിപ്പുരയിലും പ്രമാണികൾ പൂമുഖത്തും ഇരിക്കുകയാണ് പതിവ്. മരിച്ചുപോയ കഴക്കൂട്ടത്ത് പിള്ളയുടെ അനന്തരവൻ തേവൻ വിക്രമൻ പിള്ളയ്ക്കും ചെമ്പകശ്ശേരി മൂത്ത പിള്ളയ്ക്കും ഗൃഹത്തിലെ പരിചാരകന്മാർക്കുമല്ലാതെ മറ്റു പുരുഷന്മാർക്ക് വടക്കേക്കെട്ടിലും അറപ്പുരയിലും കടന്നുകൂടാത്തതാകുന്നു. ചെമ്പകശ്ശേരി മൂത്ത പിള്ളമാരുടെ ഉറക്കം അറപ്പുരയിലായിരുന്നെങ്കിലും അക്കാലത്തെ മൂത്ത പിള്ളയുടെ ഭഗിനിയും മരിച്ചുപോയ കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭാര്യയുമായ കാർത്യായനി പിള്ള പുത്രീ സമേതം ഭർത്താവിൻ്റെ മരണാന്തരം തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതു മുതൽ ആ സ്ഥലം അവർക്കായി വിട്ടുകൊടുക്കപ്പെട്ടിരുന്നു. ചെമ്പകശ്ശേരി മൂത്തപിള്ളയുടെ സഹപാഠിയും ഇഷ്ടനുമായിരുന്ന മരിച്ചുപോയ കഴക്കൂട്ടത്ത് പിള്ളയുടെ മകളും തൻ്റെ ഭാഗിനിയുമായ ഒരു പെൺകുട്ടി ഉള്ളവൾ, വിശേഷിച്ച് മറ്റ് ശേഷക്കാർ ആരും ഇല്ലാതിരുന്നതിനാൽ കാരണവരുടെ അതിവാത്സല്യഭാജനമായിരുന്നു. ഈ കഥയുടെ ആരംഭകാലത്ത് അദ്ദേഹത്തിന് 49 സഹോദരിക്ക് 37 അനന്തരവൾക്ക് 16 വയസ്സായിരിക്കുന്നു. ഈ അനന്തരവൾ കുട്ടിയെ വിവാഹം ചെയ്യുന്നതിന് അവളുടെ അച്ഛൻ്റെ ഭാഗിനേയൻ തേവൻ വിക്രമൻ പിള്ള വളരെയൊക്കെ താല്പര്യപ്പെട്ടിട്ടും കുട്ടിയുടെ വിസമ്മതം ഹേതുവാൽ നടന്നില്ല. ഈ കുട്ടിയെ അച്ഛനും മറ്റൊരാളും മാത്രം പാറുക്കുട്ടി എന്ന് വിളിച്ചു വന്നിരുന്നു. അമ്മ മുതലായവർ തങ്കം എന്നാണ് വിളിക്കുന്നത്. നാമധേയം പാർവതിപ്പിള്ള എന്നായിരുന്നു. പാറുക്കുട്ടി പ്രായം കൊണ്ട് നവയൗവനവും വന്നു നാൾതോറും വളരുന്നു എന്ന് പറയാവുന്ന സ്ഥിതിയിലായിരിക്കുന്നെങ്കിലും ബാല്യത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനും നീങ്ങി ചേതോമോഹിനികളായുള്ള യുവതികളുടെ ശരീരമുഴുപ്പും പ്രൗഢിയും അക്കാലത്ത് അവളിൽ ആസന്നമായിരുന്നില്ല. അവൾ പൊക്കം കൂടിയവളാണ്. എന്നാൽ കാഴ്ചയ്ക്ക് കൗതുകം തോന്നിക്കാത്ത വിധം പൊക്കമുണ്ടായിരുന്നില്ല. സകല അവയവങ്ങളും ഒന്നിനൊന്ന് യോജിപ്പായിരുന്നതുകൊണ്ട് ഈ പൊക്കം അവളുടെ സൗന്ദര്യത്തിൽ ഒരംശമായിരുന്നതേയുള്ളൂ. ചെമ്പകപുഷ്പത്തെ വെല്ലുന്ന വർണ്ണത്തോടുകൂടിയ കൃശമായ ഗാത്രം, വിശിഷ്യ അതിൻ്റെ ലാവണ്യത്താലും മാർദ്ദവത്താലും അതിമനോജ്ഞമായിരിക്കുന്നെങ്കിലും ആദിത്യൻ മറഞ്ഞ ഉടനെ കാണപ്പെടുന്ന ചന്ദ്രനെ സംബന്ധിച്ച് ആരോപിക്കാവുന്ന ഒരു ന്യൂനതയുണ്ടെന്നുള്ളത് തുടിക്കുന്ന കവിൾത്തടങ്ങളിൽ ദൃശ്യമാകുന്ന കൗമാര ചിഹ്നം കൊണ്ട് തന്നെ പ്രത്യക്ഷമാകുന്നുണ്ട്. ശിരസ് മുതൽ ഏകദേശം മുഴങ്കാലോളം ഇരുഭാഗത്തും കവിഞ്ഞു കിടക്കുന്ന കേശപാശത്തിന്റെ കാർഷ്ണ്യം അവളുടെ ശരീരകാന്തിയെ ഉജ്ജ്വലിപ്പിക്കുന്നു. വൃത്താകാരത്തെ വിട്ട് അല്പമൊന്ന് നീണ്ടുള്ള മുഖത്തോട് സാമ്യം പറയുന്നതിന് യാതൊന്നും തന്നെയില്ല. എങ്കിലും കാമുകന്മാരായി ഉള്ളവരോട് അകലെ എന്ന് കൽപ്പിക്കുന്നതായ ഒരു സ്ഥൈര്യരസം നെടിയ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്നത് കൊണ്ടും ശോണമായുള്ള അതര പല്ലവത്തിലും വളഞ്ഞുള്ള ചില്ലിയുഗങ്ങളിലും കളിയാടുന്ന രസങ്ങൾ
വശീകരപ്രധാനമല്ലാത്തതിനാലും നമ്മുടെ നായികയുടെ സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന് രസികന്മാർ ചിലർ വിചാരിച്ചേക്കാം. എന്നാൽ ഓരോ സന്ദർഭാനുസരണം അവളുടെ മുഖത്തുളവാകുന്ന വിശിഷ്ടങ്ങളായ ഭാവരസങ്ങളെ കാണുന്നവർ സീത, ദ്രൗപദി മുതലായ ദിവ്യ യുവതികളോട് നമ്മുടെ നായികയെ ഉപമിച്ച് വരാറുണ്ട്. സത്യം, ആർദ്രത, ഔദാര്യം ഇത്യാദികളായ ഗുണങ്ങൾക്ക് വിളനിലമായിരുന്ന അവളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത ഒന്നിനെ മാത്രം നമ്മുടെ നായികയുടെ സൗന്ദര്യ സാര സർവസ്വമായി അവളുടെ അച്ഛനും മറ്റൊരാളും വിചാരിച്ചു വന്നിരുന്നു. പാർവതി അമ്മയ്ക്ക് 14 വയസ്സായ കാലം മുതൽ എന്തോ ഒരു മനക്ലേശം സംഭവിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ജീവച്ഛവം പോലെ ഒന്നിലും ഒരു സന്തോഷവും കൂടാതെ തൻ്റെ സ്ഥാനത്ത് തന്നെ ഇരുന്ന് ഓരോ മനോരാജ്യങ്ങളെ കൊണ്ട് ദിവസം കഴിച്ചു കൂട്ടിപ്പോരുന്നു. ചില വ്രതം, ധ്യാനം, പുരാണ പാരായണം എന്നിവയും അനുഷ്ഠിച്ചു പോരുന്നു. വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കുന്നവരോട് മുഷിയുകയും ചെയ്യും. അച്ഛൻ്റെ ഗൃഹത്തിൽ വെച്ച് ഒരു ആശാനായി എഞ്ചുവടി മുതലായ കണക്കുകളും സിദ്ധരൂപം, അമരകോശം മുതലായതും പാറുക്കുട്ടിയെ പഠിപ്പിച്ചു. പിന്നീട് ഒരു പിഷാരടി കുറച്ചു കാലം ചില കാവ്യങ്ങളും വായിപ്പിച്ചിരുന്നു. സംഗീതാഭ്യാസം ഉണ്ടായിട്ടില്ലെങ്കിലും സ്വരമാധുര്യം ഇതുപോലെ മറ്റൊരു സ്ത്രീക്കും ഇല്ലെന്ന് തന്നെ പറയാം. രാമായണം മുതലായ കിളിപ്പാട്ടുകൾ പാറുക്കുട്ടി വായിക്കുന്നത് കേട്ടാൽ ശിലയും അലിഞ്ഞു പോം എന്നുള്ള ചൊല്ലും കോകിലവാണി, ശുഗവാണി, കളഭാഷിണി ഇത്യാദികളായ സ്വരപ്രശംസകളും പാറുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിശയോക്തികളല്ലെന്ന് ആരും അഭിപ്രായപ്പെടും. സാധു പ്രകൃതിയാണെങ്കിലും ബാല്യക്കാർക്കും മറ്റും പാറുക്കുട്ടിയെ ബഹുഭയമാണ്. തൻ്റെ സ്വന്തം ഭവനങ്ങളും അമ്മാവന്മാരുടെ ഇഷ്ടൻ തിരുമുഖത്തുപിള്ളയുടെ ഗൃഹവും ചില ക്ഷേത്രങ്ങളും അല്ലാതെ മറ്റൊരു സ്ഥലങ്ങളും താൻ കണ്ടിട്ടില്ലാതിരുന്നതിനാലും അന്യരായ ജനങ്ങളോട് അധിക സഹവാസം ഇല്ലാതിരുന്നതിനാലും പാറുക്കുട്ടിക്ക് ലോകപരിജ്ഞാനം വളരെ കുറവായിരുന്നു. നിസ്സാരമായുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുക, വൃഥാ കോപിക്കുക, അനാവശ്യമായി പ്രത്യരെ ശാസിക്കുക ഇത്യാദിയായ ദുശീലങ്ങൾ ഒന്നും തന്നെ പാറുക്കുട്ടിയെ ബാധിച്ചിരുന്നില്ല. അച്ഛൻ്റെ ഛായയും സ്വഭാവ ഗാംഭീര്യവും മകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാർത്യായനി അമ്മയ്ക്ക് മകളെക്കുറിച്ച് അധിക വാത്സല്യവും അതുമൂലം കുറച്ചൊരു ഭയവുമുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ വിവരിച്ച സംഗതികൾ നടന്നതിന് 3-4 ദിവസം മുൻപ് നമ്മുടെ നായിക അവളുടെ മഠത്തിൽ കുളിയും അത്താഴ ഊണും കഴിച്ച് വാലിക്കാരിയുമായിട്ട് ചെമ്പകശ്ശേരി അറപ്പുരയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. പാറുക്കുട്ടിക്ക് അന്ന് സോമവാര വ്രതം ആയിരുന്നു. അറപ്പുര നിരയിൽ തൂക്കിയിരുന്ന ഒരു മാന്തോലെടുത്ത് അവിടെ നിന്നിരുന്ന വിളക്കിന് തെക്ക് വശത്തിട്ട് അതിന്മേലിരിപ്പായി. ആഭരണങ്ങൾ അധികമൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു. രത്നഖചിതമായുള്ള ചെറിയൊരു താലി വെള്ള നൂലിൽ കോർത്ത് കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് കൂടാതെ നാസികയിൽ വിലയേറിയതും സമീപത്തുള്ള ദീപത്തിൻ്റെ പ്രതിബിംബത്താൽ മറ്റൊരു ദീപം കൂടി കത്തുന്നുണ്ടോ എന്ന് തോന്നിക്കുന്നതുമായ ഒരൊറ്റ ചുമപ്പ് വച്ച മൂക്കുത്തിയും വിരലിൽ 2 ഈർക്കിലൊടിയൻ മോതിരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറുത്ത ഈർക്കൽ കരയൻ കോട്ടാർ മുറി അരയിലും ആ വെട്ടിൽ തന്നെയുള്ള ഒരു കവണി വിടർത്തി മാറത്തും ധരിച്ചിരുന്നു. ഈ കവണി ധരിച്ചിരുന്നത് മുലക്കച്ചിയായും ഏത്താപ്പായും മേൽപ്പുടവിയായും കുജങ്ങൾക്ക് ഒരു കൈലേസായും അല്ലായിരുന്നു. ഒരു വശത്തെ ഒരു മുന്തി കൊണ്ട് മാറ് മുഴുവൻ മറച്ചിട്ട് ഭുജങ്ങളെയും മുൻപിൻ ഭാഗങ്ങളെയും മറയ്ക്കത്തക്കവണ്ണം കവണിയെ ചുറ്റി മറ്റേ മുന്തി കൊണ്ട് ഒന്നുകൂടി മാറിനെ ചുറ്റിയിരിക്കുകയായിരുന്നു. മാന്തോലിൽ ഇരുന്നിട്ട് പാറുക്കുട്ടി ബാല്യക്കാരോട് ആ ഗ്രന്ഥവും പലകയും ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞു. ബാല്യക്കാരി, ഏത് ഗ്രന്ഥം കൊച്ചമ്മ? എന്നും വായിക്കണതോ നൊയമ്പിന് വായിക്കണതോ? പാറുക്കുട്ടി, എന്നും വായിക്കുന്ന ഗ്രന്ഥം മതി. ബാല്യക്കാരി, അതെന്താ, ഇന്ന് തിങ്കളാഴ്ച അല്ലയോ? പാറുക്കുട്ടി, രാമായണ ഗ്രന്ഥം മതി. ഓ, മതിൽക്കകത്തെ ശംഖനാദം കേൾക്കുന്നു. പ്രസന്ന പൂജയും മറ്റും കഴിഞ്ഞിരിക്കണം. നിനക്ക് ഉറങ്ങേണ്ട നേരമായിപ്പോയി. ബാല്യക്കാരി, എന്നാൽ ഞാൻ ഗ്രന്ഥവും എടുത്തു വെച്ചേച്ച് ഇങ്ങി തന്നെ വല്ല മൂലയിലും ചുരുണ്ട് കിടന്നോട്ടോ? പാറുക്കുട്ടി, അത് വേണ്ട. ഗ്രന്ഥം എടുത്ത് തന്നിട്ട് അങ്ങ് വല്ലയിടത്തും പൊയ്ക്കൊള്ളുകയേ വേണ്ടൂ. പലകയും വേണം. ബാല്യക്കാരി ഈ സാധനങ്ങളെടുത്ത് പാറുക്കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വടക്കേ കെട്ടിലേക്ക് പോയി. പാറുക്കുട്ടി ഗ്രന്ഥം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് കുറച്ചു നേരം ആലോചനയോടുകൂടിയിരുന്നു. മുഖം ക്രമേണ ഭേദിച്ചു തുടങ്ങി. രക്തപ്രസാദമുള്ള മുഖമാകയാൽ കുറേശ്ശെ ചുവന്നു തുടങ്ങി. കഠിനമായ വ്യസനം കൊണ്ട് കവിൾത്തടം വിറയ്ക്കുന്നു.
നേത്രങ്ങളിൽ കണ്ണുനീർ നിറഞ്ഞ് ഓരോ തുള്ളിയായി മാറുമറച്ചിരുന്ന വസ്ത്രത്തിൽ വീണു തുടങ്ങി. വ്യസനം അടക്കം ശ്രമിച്ചിടത്തോളം അത് വർദ്ധിക്കുകയും ചെയ്തു. വസ്ത്രപുച്ഛം കൊണ്ട് നേത്രങ്ങളും മുഖവും തുടയ്ക്കുകയും ദീർഘനിശ്വാസങ്ങൾ ഇടയ്ക്കിടെ വിടുകയും അമർത്തുന്ന വിലാപസ്വരം ചിലപ്പോൾ പൊട്ടിപ്പോകുകയും ഇങ്ങനെയായിട്ട് സ്വല്പനേരം കൊണ്ട് കണ്ണുനീർ വീണ് മാറിടം തണുത്തപ്പോൾ ദുഃഖവും ഒട്ടിശാന്തമായി. പെട്ടെന്ന് ഒരു യുക്തി ഉള്ളിൽ ഉദിക്കിയാൽ വസ്ത്രം കൊണ്ട് നേത്രങ്ങൾ തുടച്ചിട്ട് രാമായണ ഗ്രന്ഥം എടുത്ത് പലകമേൽ വെച്ച് കെട്ടഴിച്ചു. പിന്നീട് ഗ്രന്ഥത്തെ 2 കൈകളാലും എടുത്ത് നേത്രത്തോട് ചേർത്ത് കുറച്ചു നേരം ധ്യാനസ്ഥിതിയിലിരുന്നു. തൻ്റെ പ്രശ്നത്തിൻ്റെ ഫലം എങ്ങനെ കാണപ്പെടുന്നുവോ എന്നുള്ള ചാഞ്ചല്യം കൊണ്ടുണ്ടായ കൈവിറയലോടുകൂടി ഗ്രന്ഥത്തിൻ്റെ നൂൽ കൊണ്ട് അതിനെ 2ആയി വിഭജിച്ച് 2ാമത്തെ ഭാഗത്തിൽ ആദ്യത്തെ ഓല കയ്യിലെടുത്ത് ഭക്തിപൂർവം കണ്ണിൽ വെച്ചിട്ട് 7 വരിയും 7 അക്ഷരവും തള്ളി ഇങ്ങനെ വായിച്ചു. അവരനുജ മകില കപികുല ബലവുമായി മുതിർന്നാശി വരുമതിനില്ലൊരു സംശയം. സൂതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലത്തിനയക്കും ക്ഷണാൽ. ഇവിടെ പൂർവാർത്ഥം വായിച്ചപ്പോൾ കുറച്ച് സന്തോഷം മനസ്സിൽ ജനിച്ചുവെങ്കിലും ഉത്തരാർത്ഥമായപ്പോൾ ശുഭഫലമോ അശുഭഫലമോ പ്രശ്നത്താൽ കാണപ്പെടുന്നതെന്ന് സന്ദേഹസ്ഥിതിയിലായതിനാൽ പിന്നെയും പാറുക്കുട്ടി പരവശിയായെന്നേ വേണ്ടൂ. എന്നാൽ രണ്ടാമതും ആരംഭിച്ച വ്യസനം വർദ്ധിക്കുന്നതിന് മുമ്പിൽ പാറുക്കുട്ടിയുടെ വായന കേട്ട് പുറപ്പെട്ട കാർത്യായനിയമ്മ അറപ്പുരയ്ക്കകത്ത് പ്രവേശിച്ചു. കാർത്യായനിയമ്മയുടെ വെളുത്ത് തടിച്ചുള്ള ആകൃതിയും ഗൗരവത്തോടു കൂടിയുള്ള നടയും നോട്ടങ്ങളും പാദത്തോളം നീട്ടി ഉടുത്തിട്ടുള്ള കട്ടിമുണ്ടും മുലക്കച്ചിയായി ധരിച്ചിരിക്കുന്ന വെള്ളക്കവണിയും മുമ്പോട്ട് കെട്ടി ഒട്ടു പുറകോട്ട് തള്ളിയിരിക്കുന്ന കേശഭാരവും കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന പൊന്നൂലും എല്ലാം കണ്ടാൽ അവസ്ഥയുള്ള ഒരു തറവാട്ടിലാണ് ജനനം എന്ന് വിശേഷിച്ചൊരു പ്രസ്താവന കൂടാതെ മനസ്സിലാവുന്നതാണ്. തൻ്റെ ഭർത്താവ് തുർക്കി സുൽത്താനെ പോലെ കഠിനാജ്ഞക്കാരനായിരുന്നതിനാൽ അദ്ദേഹത്തോട് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലങ്ങളിൽ അടുക്കള ഭരണ വിഷയം ഒന്നിലല്ലാതെ അന്യകാര്യങ്ങളിൽ യാതൊരു സ്വാതന്ത്ര്യവും കാർത്യായനിയമ്മയ്ക്ക് ഇല്ലായിരുന്നു. എങ്കിലും ഭർത്താവിങ്കൽ നിന്ന് ഭാര്യയും ചില കണിശങ്ങളും കരാറുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാല്യക്കാരോടും മറ്റും തീരെ ദയയില്ലാത്തൊരു സ്വാമിനി ആയിരുന്നു. മകളെക്കുറിച്ച് അതിവാത്സല്യമാണെങ്കിലും ചില ചാബല്യങ്ങൾ കാണുന്നത് തനിക്ക് ഒട്ടും രസിക്കുന്നില്ലെന്ന പാറുക്കുട്ടിയെ ചിലപ്പോൾ ഗ്രഹിപ്പിക്കാറുണ്ടായിരുന്നു. ചെമ്പകശ്ശേരി പിള്ളയ്ക്ക് സഹോദരിയെ വലിയ കാര്യമായിരുന്നു. തറവാട്ടവസ്ഥയെ രക്ഷിക്കുന്നതിന് അതിസമർത്ഥ്യാണെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ കാർത്യായനിയമ്മയുടെ അഭിമതം എങ്ങനെയെന്നാൽ അങ്ങനെ അദ്ദേഹം സകലത നടത്തിപ്പോന്നിരുന്നു. തൻ്റെ മാതാവിൻ്റെ ആഗമനം കണ്ടുകൂടിയപ്പോൾ പാറുക്കുട്ടി ഗ്രന്ഥം പലകമേൽ വെച്ചിട്ട് വസ്ത്രാന്തം കൊണ്ട് കണ്ണും മുഖവും തുടച്ച് ശരിയാക്കി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കാർത്യായനിയമ്മ പുഞ്ചിരിയോടുകൂടി "നീ ഇന്നും കരഞ്ഞു ഇല്ലയോ?" എന്ന് ചോദിച്ചുകൊണ്ട് പുത്രിയെ കൈക്ക് പിടിച്ചിരുത്തി താനുമിരുന്നു. പാറുക്കുട്ടി: "ഞാൻ വായിക്കുന്നത് കേട്ടാണോ അമ്മ ഇങ്ങോട്ട് വന്നത്?" കാർത്യായനിയമ്മ: "അതെ, നിന്റെ കണ്ണ് ചുവന്നും ശബ്ദം അടഞ്ഞു ഇരിക്കുന്നത് കരഞ്ഞിട്ടല്ലയോ?" പാറുക്കുട്ടി: "എന്തിനാണ് അമ്മേ ഞാൻ കരയുന്നത്?" കാർത്യായനിയമ്മ പുത്രിയെ തലോടിക്കൊണ്ട്: "കരഞ്ഞെന്നുള്ളതിന് സംശയമില്ല. നിന്റെ വാക്കുകൾ കൊണ്ട് അത് തീർച്ചയായി. അല്ലേ തങ്കം? നീ ഇങ്ങനെ വ്യസനിച്ച് എത്ര നാൾ കഴിക്കും? കുട്ടികളായാൽ കുറച്ചൊരു നിലയൊക്കെ വേണ്ടയോ? ഇതെന്തൊരു മാതിരിയാണ്? നിനക്ക് കുറേ ഭ്രാന്തുണ്ട്. വല്ല നമ്പൂതിരിയും കൊണ്ട് ഒന്ന് ജപിച്ച് തരിവിക്കണം." പാറുക്കുട്ടി: "അത് വേണ്ട. എൻ്റെ ബുദ്ധി സ്ഥിരമായിരിക്കുന്നത് കൊണ്ടുള്ള ദോഷമല്ലാതെ യാതൊന്നുമില്ല. സ്ഥിരബുദ്ധിക്ക് ചികിത്സ വേണമോ?" കാർത്യായനിയമ്മ: "കാലം മാറി വരുന്നു, അല്ലാതെ എന്തു പറയുന്നു? പറയുന്നതിനൊക്കെ തർക്കുത്തരം. എല്ലാത്തിനും നാക്കിട്ടടിച്ചു കൊള്ളുക. എന്നാൽ അതിനടുത്ത കരളുറപ്പുണ്ടോ? അതില്ല താനും. തങ്കം, ഞാൻ പറയുന്നത് കേൾക്ക്. വെറുതെ ഇങ്ങനെ കരഞ്ഞ് കണ്ണു പുണ്ണാക്കിയിട്ട് കാര്യമില്ല. 2 ആണ്ട് തികച്ച് നീ വ്യസനിച്ചല്ലോ, അത് മതി. നിന്റെ അമ്മാവനും എനിക്കും ഒക്കെ താല്പര്യം നിന്നെ സംബന്ധം ചെയ്ത് കാണണമെന്നാണ്. അങ്ങനെ ഒന്ന് നടന്നാൽ നിന്റെ വ്യസനത്തിനും കുറവുണ്ടാവും." പാറുക്കുട്ടി: "എൻ്റെ വ്യസനം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവുമില്ലല്ലോ. എൻ്റെ ജന്മം ഇങ്ങനെ കഴിയട്ടെ." കാർത്യായനിയമ്മ: ഇതാണ് കാലം മറിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞത്. അല്ലേ, നീ ഇങ്ങനെ ഇരുന്നാൽ ഈ തറവാട്ടിന് സന്തതി വേണ്ടെന്നോ? പെണ്ണുങ്ങളുടെ മാതിരിയാണോ ഈ പറയുന്നത്? നല്ല മര്യാദ തന്നെ. ഇതൊക്കെ ആ സുഭദ്രയ്ക്കോ മറ്റോ ചേരും. ഈ തറവാട്ടിൽ നിന്നെപ്പോലെ താന്തോന്നിയായിട്ട് ആരും തന്നെ ഉണ്ടായിട്ടില്ല.
ഒരു ചെറുക്കൻ കുറച്ചുനാൾ കൂടെ കളിച്ചു നടന്നുവെന്ന് വിചാരിച്ച് ഇങ്ങനെ അവനു വേണ്ടി ചാവാറുണ്ടോ? ലോകർ കേട്ടാൽ തന്നെ എന്തു പറയും? ചെമ്പകശ്ശേരിയിൽ ഒരു വേശ്യ വന്ന് കൂടിയിട്ടുണ്ടെന്നല്ലാതെ പറയുമോ? പാറുക്കുട്ടി: ഞാൻ ആർക്കു വേണ്ടിയും മരിക്കുന്നില്ല. അമ്മ സ്നേഹമില്ലാതെ കഠിനമായ വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുള്ള വ്യസനമേ എനിക്കുള്ളൂ. കാർത്യായനിയമ്മ: ഹോ, മര്യാദക്കാരി. കേൾക്കട്ടെ, നീ ഇന്ന് കരഞ്ഞത് ഞാൻ കഠിന വാക്ക് പറഞ്ഞിട്ടാണോ? പാറുക്കുട്ടി: അങ്ങനെ കരഞ്ഞു പോകുന്നതിന് ഞാൻ എന്തു ചെയ്യും? എല്ലാവരുടെ സ്വഭാവവും ഒന്നുപോലെ ഇരിക്കുമോ? അച്ഛൻ ഇരിക്കുമ്പോഴും ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അച്ഛൻ എന്നെ സമാധാനപ്പെടുത്തിയതല്ലാതെ ആക്ഷേപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? കാർത്യായനിയമ്മ: ആ ഇടെ ആകെ കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. പഞ്ചവങ്കാട്ടിൽ നീലി അടിച്ചു വന്ന ഒരാളെപ്പറ്റി 2 വർഷം ഒരു പെണ്ണ്. കാർത്യായനിയമ്മ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് പാറുക്കുട്ടി പൊട്ടിക്കരഞ്ഞുപോയി. പുത്രിയുടെ വിഷാദം കണ്ട് കാർത്യായനിയമ്മയുടെ മനസ്സലിഞ്ഞു പോകയാൽ മകളെ പിടിച്ച് മാറോടണച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: തങ്കം, നിന്നെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ മനസ്സ് നിഷ്ഫലമായി പതിഞ്ഞിരിക്കുന്ന സംഗതിയിൽ നിന്ന് അതിനെ വേർപെടുത്താൻ ഞാൻ ശ്രമിക്കുകയല്ലയോ? നിനക്ക് വയസ്സ് 16 ആയല്ലോ. നീ ഒരു ഭർത്താവിനോട് ഇരിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ലയോ? മരിച്ചുപോയ ആളെ ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പാറുക്കുട്ടി: മരിച്ചുപോയെന്ന് ആര് പറയുന്നു? കാർത്യായനിയമ്മ: വേലുക്കുറുപ്പ് നിന്റെ അച്ഛനോട് ഈ വർത്തമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ അടുത്തുണ്ടായിരുന്നില്ലയോ? പാറുക്കുട്ടി: വേലുക്കുറുപ്പ് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ടാകാത്തത്. കള്ളിയങ്കാട്ട് ക്ഷേത്രത്തിൽ വെച്ച് ഇളയ തമ്പുരാനെ കൊന്നുവെന്നും പിറ്റേ ദിവസം ആ കാട്ടിൽ വെച്ച് അങ്ങനെ നടന്നുവെന്നും വേലുക്കുറുപ്പ് അച്ഛനോട് പറഞ്ഞത് അമ്മയും കേട്ടല്ലോ. ഇളയ തമ്പുരാൻ സുഖമായി ഇപ്പോഴും ഇരിക്കുന്നില്ലയോ? കാർത്യായനിയമ്മ: അത് ആൾ തെറ്റി തമ്പുരാനെന്ന് വിചാരിച്ചു പോയതാണ്. ഇക്കാര്യത്തിൽ അങ്ങനെ തെറ്റി വിചാരിക്കാൻ ഇടയില്ല. അനന്തപത്മനാഭനെ വേലുക്കുറുപ്പ് നല്ലതിന്മണ്ണം അറിയും. അവൻ്റെ ദേഹം കണ്ടാൽ അയാൾക്ക് അറിഞ്ഞുകൂടെയോ? പഞ്ചവങ്കാട്ട് നീലി അടിച്ചു കൊന്നെന്ന് പറഞ്ഞതിൽ ആരെങ്കിലും ജീവിച്ചതായി നീ കേട്ടിട്ടുണ്ടോ? അനന്തപത്മനാഭൻ എന്ന പേര് കേട്ടപ്പോൾ പാറുക്കുട്ടിയുടെ കണ്ണിൽ വീണ്ടും ജലം നിറഞ്ഞു. സ്വല്പനേരം അവൾ മിണ്ടാതെയിരുന്നു. പിന്നെ ഗദ്ഗത സ്വരത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ഒരു കാലത്തും മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് ഒരിക്കലും സംഭവിക്കുകയില്ല. സജ്ജനങ്ങൾക്ക് ഈശ്വരൻ ഒരിക്കലും ദുർമരണം കൊടുക്കുകയില്ല. കാർത്യായനിയമ്മ: എൻ്റെ തങ്കം, അവനെക്കുറിച്ച് നിനക്കുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ആലോചിച്ചു നോക്ക്, മരിച്ചുപോയ ആൾ തിരിച്ചു വരുമോ? പിന്നെ എന്തിനീ വിഷാദമൊക്കെ? പാറുക്കുട്ടി: മരിച്ചെങ്കിൽ മുണ്ടുകളും ആയുധങ്ങളും മറ്റും എവിടെ പോയി? കാർത്യായനിയമ്മ: യക്ഷിയുടെ കയ്യിൽ അകപ്പെട്ടാൽ അതൊക്കെ അന്വേഷിക്കാറുണ്ടോ? നീ നീലിയുടെ കഥ കേട്ടിട്ടില്ലായിരിക്കും. കരയാതിരിക്കും, ഞാൻ പറയാം. പാറുക്കുട്ടി വിഷാദത്തോടുകൂടി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നതിനാൽ കാർത്യായനിയമ്മയുടെ ഈ വാക്കുകൾ കേട്ടില്ല. കാർത്യായനിയമ്മ മകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ടോ മൂളുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ മറ്റാർക്കും ഉണ്ടാകാത്ത ക്ഷമയോടുകൂടി പഞ്ചവങ്കാട്ട് നീലിയുടെ ആഗമനത്തെക്കുറിച്ച് ഇപ്രകാരം പ്രസംഗിച്ചു തുടങ്ങി. പണ്ട് നാഗർകോവിലിനടുത്ത് ഒരു സ്ത്രീ പാർത്തിരുന്നു. ചെറുപ്പമായിരുന്നു. കയ്യിൽ കുറച്ച് മുതലുമുണ്ട്. പുരുഷന്മാരാരും ഒരു സഹായവും ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു പട്ടർ ചെന്ന് സേവ കൂടി സംബന്ധവും ചെയ്തു. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗർഭമുണ്ടായി. ഗർഭം 6-ാം മാസമായപ്പോൾ പ്രസവത്തിന് പത്മനാപുരത്ത് പോയി താമസിക്കണമെന്നും മറ്റും സ്ത്രീയോട് പട്ടർ പറഞ്ഞു തുടങ്ങി. അയാളെ വിശ്വസിച്ച് എല്ലാം മരിച്ചു പെറുക്കി വിറ്റുകിട്ടിയ മുതലും കയ്യിലുണ്ടായിരുന്നതും കൊണ്ട് 7-ാം മാസത്തിൽ ഭാണ്ഡവും ചുമന്ന് പട്ടരുടെ പിറകെ അവൾ തിരിച്ചു. വെള്ളിയാഴ്ച നട്ടുച്ച സമയത്ത് പഞ്ചവങ്കാട്ടിലെത്തി. ആ കാട്ടിലെ കല്ലുകളിൽ കയറി നടന്നപ്പോൾ അവൾക്ക് ക്ഷീണം കൊണ്ട് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പാടില്ലാതെയായി. വഴികരികിൽ നിന്നിരുന്ന ഒരു കള്ളിച്ചെടിയുടെ ചുവട്ടിൽ അവളെ ഇരിക്കാൻ പറഞ്ഞിട്ട് പട്ടരും അടുത്തിരുന്നു. ഭാണ്ഡത്തിനെ താഴെ ഇറക്കി വെച്ച് അതിനെ അഴിച്ച് പട്ടർക്ക് മുറുക്കാൻ എടുത്തു കൊടുത്തു. അതിനെ വാങ്ങി തിന്നിട്ട് സന്തോഷത്തോടുകൂടി അവളെ പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തി. ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിയും പോയി. പട്ടര് അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഉറക്കം തന്നെയെന്ന് നിശ്ചയം വരുത്തിയിട്ട് തലയെ മടിയിൽ നിന്നും പതുക്കെ ഉയർത്തി ഒരു കല്ലിൽ വെച്ച് മറ്റൊരു വലിയ കല്ലുകൊണ്ട് ഒന്ന് തല്ലി. വേദനയോടുകൂടി അവൾ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ എഴീച്ചു നിന്ന് 2ാമതും കല്ലിനെ ഓങ്ങുന്ന പട്ടരെ കണ്ട് കള്ളി നീയേ സാക്ഷി എന്ന് മുൾച്ചെടിയെ കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
ആ രാക്ഷസന്റെ മുഖത്ത് നോക്കി നോക്കി സ്ത്രീ പരലോകത്ത് പോകുകയും ചെയ്തു. പട്ടരോ പാണ്ഡത്തിനെയും അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെയും കരസ്ഥമാക്കിക്കൊണ്ട് സ്വസ്ഥനായി തിരുവനന്തപുരത്തെത്തി സുഖമായി പാർത്തു. പാർക്കുട്ടി ആദ്യം കഥയിൽ ശ്രദ്ധ വയ്ക്കാതെയും അന്യവിചാരങ്ങളോടുകൂടി ഇരുന്നെങ്കിലും സ്ത്രീയെന്നും ഭർത്താവെന്നും വിശേഷിച്ച് പഞ്ചവങ്കാടെന്നും മറ്റുമുള്ള സംഗതികൾ അവളുടെ ബുദ്ധിയെ ബലേന കഥാശ്രവണത്തിലേക്ക് ആകർഷിച്ചു. ബ്രാഹ്മണൻ പത്മനാഭപുരത്തെത്തി സുഖമായി പാർത്തു എന്ന് കേട്ടത് തനിക്ക് അത്ര ബോധ്യമാകാതെ, കഷ്ടം, ആ ബ്രാഹ്മണൻ എന്തു ദുഷ്ടനാണ്, തന്നെ വിശ്വസിച്ച് സ്ത്രീയെ വഞ്ചിച്ചു കൊല ചെയ്തല്ലോ. ഈ വിധമുള്ള ദുഷ്ടന്മാർക്ക് ഒരു ദോഷവും വന്നു നേരിടാതെ അവർ ലോകത്തിൽ സൂചിച്ചിരിക്കുന്നത് കാണുമ്പോൾ ദൈവകോപം എന്ന ഒന്നില്ലെന്ന് തന്നെയും തോന്നിപ്പോകുന്നു എന്ന് അവൾ പറഞ്ഞു. കാർത്യായനിയമ്മ, നിൽക്കും മകളെ, കഥ മുഴുവനും കേൾക്കാതെ അഭിപ്രായപ്പെട്ടാലോ? പട്ടർക്ക് തക്കതായ ശിക്ഷ കിട്ടി. ഇക്കത്തിൽ വെച്ച് തന്നെ കർമ്മഫലം അനുഭവിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് നീതിയില്ലാത്ത പ്രപഞ്ചം എന്ന് വിചാരിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് കഥ തുടർന്നു. ഇപ്രകാരം വർദ്ധിച്ച ഉത്സാഹത്തോടു കൂടി തുടങ്ങി. പട്ടർക്ക് അധികം താമസിയാതെ തന്നെ ശിക്ഷ കിട്ടി. അയാൾ ആ വഴിയെ പിന്നീട് യാത്രയില്ലാതെയായി. ഒരിക്കൽ ശുചീന്ദ്രത്ത് തേരോട്ടം കാണാൻ പോകുന്നതിന് അയാളെ ചില ഇഷ്ടന്മാർ കൂടി ക്ഷണിച്ചു. തനിക്ക് ഉത്സവങ്ങളിലും മറ്റും താല്പര്യമില്ലെന്ന് പട്ടർ പറഞ്ഞു. മറ്റുള്ളവർ ഒഴികഴിവുകളൊന്നും അംഗീകരിക്കാതെ നിർബന്ധിച്ച് അയാളെ തേരോട്ടം കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. പഞ്ചവങ്കാട്ടിന് സമീപത്തായപ്പോൾ ഒരു ആൽത്തറമേൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ദിവ്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന ഒരു കുട്ടിയെ മുമ്പിലിരുത്തിയും കൊണ്ട് വഴിപോക്കരെ നോക്കി ചില നാട്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. കനകമയം തെളുതെളിയുള്ള പട്ടുചേലയും പിന്നെ കുറിയും കണ്ണെഴുത്തും തലക്കെട്ടും എല്ലാം ഒന്നും പറവാനില്ല. പൂമണ അതങ്ങനെ. ഇതെല്ലാം കൊണ്ട് വേശ്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള വഴിപോക്കാർ ഇവളെ ഗണ്യമാക്കാതെ നടന്നു. പട്ടർ മാത്രം തിരിഞ്ഞു നിന്നല്ലോ. പതുക്കെ സ്ത്രീയുടെ സമീപത്തെത്തി. അപ്പോൾ വെള്ളിയാഴ്ച നട്ടുച്ച. പട്ടർ സ്ത്രീയുടെ ഒന്നിച്ച് നടന്നു തുടങ്ങി. ഗോഷ്ഠികളൊന്നും പറവാനില്ല. സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടിയിരുന്ന കാര്യം രണ്ടുപേരും മറന്നുപോയി. ഇവളെപ്പോലെയുള്ള കൂട്ടങ്ങളാണ് സ്ത്രീകളുടെ മാനം കെടുത്തുന്നത്. അവളുടെ പുരികങ്ങളുടെ ഇളക്കങ്ങളും മഷി എഴുതിയിട്ടുള്ള കണ്ണുകൾ കൊണ്ടുള്ള ചില ചിമിട്ടുകളും കൊഞ്ചിക്കുഴഞ്ഞ വാക്കുകളും ഇടയ്ക്കിടെ പാട്ടുകളും ദേഹം മുഴുവൻ ഉലച്ചുകൊണ്ടുള്ള നടയും പട്ടരുടെ താടിക്കും ചെകിട്ടത്തും ഇടയ്ക്കിടെ ഓരോ കുത്തും കീറലും ഇതെല്ലാം കൊണ്ടും കണ്ടും കേട്ടും പട്ടർ മതിമറന്നുപോയി. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നത് എന്തിന്? ഈ പട്ടരെ പോലെ കൂത്താടാൻ ആണുങ്ങളില്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചൊതുക്കം വരൂല്ലയോ? ആകപ്പാടെ പട്ടരെ കൊണ്ടുചെന്ന് പഴയ കള്ളിച്ചെടിയുടെ മൂട്ടിലിരുത്തി. സ്ത്രീ പണ്ടത്തെ പോലെ മുറുക്കാൻ എടുത്തു തുടങ്ങി. പട്ടർ അക്കാര്യമെല്ലാം മറന്നുപോയി. പുരുഷന്റെ ഹൃദയത്തോളം കഠിനമായ സാധനം ഭൂലോകത്ത് എന്തു തന്നെയുണ്ട്? കൂടെ ഇരിക്കുമ്പോൾ പൊന്നേ, തങ്കമേ, വെള്ളിയെ എന്നൊക്കെ മിരട്ടുന്ന ആണുങ്ങളെ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചുകൂടാ. 4 നേരത്തിൽ ഒരു നേരമെങ്കിലും ഉള്ളലിഞ്ഞുള്ള സ്നേഹം സ്ത്രീകൾക്കേ ഉള്ളൂ. പട്ടർ ഉപയോഗിച്ച കല്ല് രണ്ടും അയാളുടെ സമീപത്ത് തന്നെ കിടക്കുന്നു. അയാൾ അതൊന്നും കാണുന്നില്ല. തേവിടിച്ചിയുടെ പുഞ്ചിരി കണ്ടു മയങ്ങിപ്പോയി. അവൾ എടുത്ത മുറുക്കാൻ വായിൽ തന്നെ വാങ്ങുന്നതിന് അവളുടെ സമീപത്തേക്ക് നീങ്ങി പട്ടർ ചുണ്ടുവിടർത്തി. അപ്പോൾ അയ്യോ, അബ്ബാ, ചതിച്ചു പോട്ടോളെ എന്ന് പഞ്ചവങ്കാട് പൊടിയാൻ തക്കവണ്ണം ഒന്ന് അലറിക്കൊണ്ട് പട്ടർ ചാടി എഴീച്ചു ഓടാൻ ഭാവിച്ചു. മുമ്പിൽ ഉപയോഗിച്ച പഴയ കല്ലിന്മേൽ തന്നെ കാല് തടഞ്ഞു നിലത്തു വീണു. സ്ത്രീ ദാസിയുടെ വേഷം മാറ്റി പട്ടരുടെ ഗർഭിണിയായ ഭാര്യയുടെ രൂപമായി. പട്ടര് വീഴുന്നെടുത്ത് കിടന്ന് സ്ത്രീയുടെ മുഖത്ത് അതിപരവശനായി നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയുടെ സ്വരൂപവും മാറിത്തുടങ്ങി. ആകാശം മുട്ടി കാട് നിറഞ്ഞ് അതിഭയങ്കരങ്ങളായുള്ള ദ്രംഷ്ടങ്ങളും രക്തനിറമായി നിലത്തോളം മുട്ടുന്ന നാക്കും ഗുഹ പോലെയുള്ള വായും തീപ്പൊരി ചിതറുന്ന വട്ടക്കണ്ണുകളും വൃക്ഷങ്ങളെപ്പോലെ നിവർന്നു നിൽക്കുന്ന തടിച്ച രോമങ്ങളും ഇങ്ങനെയുള്ള ആകൃതിയോടുകൂടിയ പഞ്ചവങ്കാട്ടിലെ യക്ഷി തന്നെ പട്ടരുടെ മുമ്പിലുണ്ട്. യക്ഷിയുടെ വായിലും മൂക്കിലും കണ്ണിലും നിന്ന് തീയും പുകയും പിന്നെ അട്ടഹാസവും. പത്മനാഭ, പാപം പട്ടര്, തങ്കം, നീ എന്തിനു വിറയ്ക്കുന്നു? ഇത്ര പേടിയോ? പട്ടരെ യക്ഷി 2ആയി കീറി ചോര കുടിച്ചു ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ കഥ തീർന്നല്ലോ. ആ കുട്ടി കള്ളിച്ചെടിയുടെ ഒരു കൊമ്പുകൊണ്ടുള്ള മായയാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. കുട്ടിയെ സാക്ഷിയാക്കിയിട്ട് യക്ഷി പട്ടരുടെ പാതകത്തിന് മതിയായ ശിക്ഷ കൊടുത്തു. ഇങ്ങനെ
അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഒരു കാലത്ത് അവരവർ തന്നെ അനുഭവിക്കും. യക്ഷി അതിഭയങ്കരിയാണ്. അതുകൊണ്ട് ആ വഴിയിൽ കൂടെ 1-2 പേർ ഇന്നും തനിച്ചു പോകാറില്ല. ഇതാ ഇങ്ങനെയുള്ള യക്ഷി കൊന്ന ആളെക്കുറിച്ചു രാപ്പകൽ ദുഃഖിച്ചിട്ട് എന്തു ഫലം? ഇങ്ങനെ പഞ്ചവങ്കാട്ട് നീലിയുടെ കഥ അവസാനിപ്പിച്ചിട്ടു കാർത്യായനിയമ്മ മകളെ നോക്കി. പാറുക്കുട്ടി തൻ്റെ പ്രാണസമനായ യുവാവിൻ്റെ മരണവൃത്താന്തത്തെക്കുറിച്ച് വല്ലവരും പറയുമ്പോഴൊക്കെ വ്യസനിച്ചിരുന്നുവെങ്കിലും ഇത്ര അധൈര്യവും കഠിനമായ വ്യസനവും ഒരിക്കലും കാണിച്ചിരുന്നില്ല. ഈ ഭയങ്കരമായ കഥയിൽ പറയപ്പെട്ട ബ്രാഹ്മണനെ കൊന്ന ഘോരയക്ഷിയിൽ നിന്നു തന്നെ അനന്തപത്മനാഭന് മരണം നേരിട്ടുവെന്നുള്ള മാതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുസ്സഹമായ ശോകാധിക്യത്താൽ മുഖം സാമാന്യത്തിലധികം വിളറി ഭാവം മുഴുവനും വല്ലാതെ ഭേദിച്ചു. കാർത്യായനിയമ്മ സംഭ്രമത്തോടുകൂടി മകളെ ആശ്വസിപ്പിക്കുന്നതിന് ഒരുങ്ങുന്നതിനിടയിൽ അറപ്പുരയിൽ ആരോ കടന്നു വരുന്നുവെന്ന് തോന്നി. തുറന്നു കിടന്ന വടക്കേ വാതിലോട്ട് നോക്കി. പാറുക്കുട്ടിയും അങ്ങോട്ട് തന്നെ നോക്കി. 2 പേരുടെ മുമ്പിൽ ഒരു ബ്രാഹ്മണനാണ് അപ്പോൾ ആവിർഭവിച്ചത്. അറപ്പുരയിൽ അന്യപുരുഷന്മാർ കടക്കുക പതിവില്ലാതിരുന്നത് കൊണ്ടും രാത്രിയിൽ അസമയത്ത് മുൻകൂട്ടി യാതൊരു അറിവും കൊടുക്കാതെ ഈ ബ്രാഹ്മണൻ പ്രവേശിച്ചത് കണ്ടും കാർത്യായനിയമ്മ ഒന്ന് അന്ധാളിച്ചു. തൻ്റെ മനസ്സിൽ പഞ്ചവങ്കാട്ടിലെ ബ്രാഹ്മണന്റെ കഥ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നതിനാൽ പെട്ടെന്ന് നിയമവിരോധമായും പ്രവേശിച്ച ഈ ആളുടെയും അപ്പോൾ അവസാനിച്ച കഥയിലെ പുരുഷൻ്റെയും ജാതിസാമ്യത്തെ കണ്ടു വല്ലാതെ ഭയപ്പെട്ടു. സാധുശീലയായ പാറുക്കുട്ടി ചടുതിയിൽ തൻ്റെ അമ്മയുടെ പുറകിൽ മറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാർത്താണ്ഡവർമ്മയുടെ 3-ാം അധ്യായം ഞാൻ വായിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായവുമായി വേഗം എത്താം. താങ്ക് യു.